ഹലോ ഹായ് മക്കളെ. അപ്പം നമ്മളുടെ 9th കെമിസ്ട്രിയിലെ നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ എന്ന് പറഞ്ഞ് ഒരുപാട് നോൺ മെറ്റൽസ് നമ്മൾ പഠിക്കൂലേ. അതിൽ ഒരു നോൺ മെറ്റലുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. കാർബൺ ആണ്. കാർബണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ടെക്സ്റ്റിൽ ഇങ്ങനെ പരാവാരം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കാർബണിനെ കുറിച്ച് അങ്ങ് പഠിച്ച് പോവാല്ലേ മക്കളെ. നോക്കാം. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റൽ സ്റ്റേറ്റിലും കമ്പൈൻഡ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എലമെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിന് കാർബൺ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അല്ലാതെ കാർബണിന് കാർബൺ മോണോക്സൈഡ് ആയിട്ട്, കാർബൺ ഡയോക്സൈഡ് ആയിട്ട്, ബൈകാർബണേറ്റുകളായിട്ട്, അല്ലെങ്കിൽ കാർബണേറ്റുകളായിട്ട്, അങ്ങനെ പല 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 കമ്പൈൻഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റ് ആണ് നമ്മളുടെ കാർബൺ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളതുകൊണ്ടും പല പല സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ടും കാർബൺ കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറയുന്നത്. എന്താണ് അലോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെയിം എലമെന്റ് ഡിഫറെന്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഫിനോമിനേനെ നമ്മൾ വിളിക്കും അലോട്രോപ്പി. ഡിഫറെന്റ് ഫോം ഓഫ് ദ സെയിം എലമെന്റ്, അവർക്ക് എന്തായിരിക്കും? ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ മൂലകത്തിൽ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തര തത്വം അലോട്രോപ്പി എന്നും പറയുന്നു. അങ്ങനെ നമുക്ക് രണ്ട് രൂപാന്തരങ്ങൾ, രണ്ട് അലോട്രോപ്സ് ആണ് പഠിക്കാനുള്ളത് കാർബണിന്റെ. ക്രിസ്റ്റലൈൻ അലോട്രോപ്സും ഉണ്ട്, അമോർഫസ് അലോട്രോപ്സും ഉണ്ട്. അപ്പൊ എന്താ മക്കളെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്നറിയോ? നല്ല സെറ്റ് സാധനമാണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാണാൻ തന്നെ ഒരു എന്താ പറയുക, ഒരു വെടിപ്പ് സാധനം എന്നൊക്കെ പറയില്ല. നല്ല സൂപ്പറായിട്ട് അവന്മാരെല്ലാ മോളിക്യൂൾസിനെ, അവരുടെ ഉള്ളിലുള്ള സെയിം എലമെന്റിലെ എല്ലാ ആറ്റങ്ങളും, മോളിക്യൂൾസ് അല്ല എല്ലാ ആറ്റങ്ങളെ അവരെന്ത് ചെയ്യുന്നറിയോ? നല്ല സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഇപ്പോൾ ഒരു കാർബൺ നമ്മൾ എടുക്കുന്നു, ഞാൻ പടമൊക്കെ വരച്ച് കാണിച്ചു തരാം. അതാ ഇവിടെ ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള കാർബണിനെയൊക്കെ അവർ നല്ല പക്ക നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കായിരിക്കും. അതേപോലെ എല്ലാവരും പക്ക നീറ്റ് അയ്യോ ഇതിപ്പോൾ നശിപ്പിച്ച് കളഞ്ഞു ഞാൻ. എല്ലാവരും എന്താ പക്ക ഒരേപോലെ. ഞാൻ കുഞ്ഞു ആറ്റങ്ങൾ വരച്ച് കാണിച്ചു തരാം, ഒരു ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. ഇതാ ഇതേപോലെ എല്ലാവരെയും നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. താഴേക്കും ഇതേപോലെ തന്നെ എല്ലാവരെയും അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താലും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താലൊക്കെ എന്താ ഒരേപോലെ റെഗുലർ ആയിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്തായിരിക്കണേ. ഇതാണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി അതേസമയം ഞാൻ എടുക്കുന്ന ആറ്റംസ് എല്ലാവരും തോന്നിയാസം കാണിക്കുവാണ്, പല സ്ഥലത്തായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതാണ് കാർബണിന്റെ അമോർഫസ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ കാർബണിന്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്താണെന്നും അമോർഫസ് അലോട്രോപ്സ് എന്താണെന്നും അതിന്റെ എക്സാമ്പിളും പഠിക്കാം. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ ക്രിസ്റ്റലൈൻ അലോട്രോപ്പുകളെ എല്ലാത്തിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അമോർഫസ് അലോട്രോപ്സ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസിന്റെ പേരും മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് നമ്മൾ ഇൻ ഡീറ്റെയിൽ യൂസസ് അടക്കം പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇനി അതിലേക്കാണ് പോകുന്നത്. ബിഫോർ ദാറ്റ് അപ്പം എന്താണ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ദാ നമുക്ക് ക്രിസ്റ്റലൈൻ ഫോംസിലേക്ക് പോകാം. പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു റെഗുലർ പാറ്റേണിലായിരിക്കും. അപ്പം അവിടെ 3 ഡയമെൻഷനിൽ അവരെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും. അതാണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. 4 എക്സാമ്പിളുകളാണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനുള്ളത്: ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, ഫുള്ളറീൻസ്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും അമോർഫസ് അലോട്രോപ്സിന്റെ ഇതേപോലെ ഒരു ഡെഫിനീഷനും അതിന്റെ എക്സാമ്പിൾസും നോക്കും. അതിനു മുന്നേ നമുക്ക് ഓരോ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെയും കുറിച്ച് ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് പഠിച്ചു നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഡയമണ്ട്. ഡയമണ്ട് എല്ലാവർക്കും അറിയാം, ആഭരണങ്ങളിലൊക്കെ വിയർ ചെയ്ത് കണ്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു ഏരിയയിൽ ഡയമണ്ട് കണ്ടിട്ടുണ്ടാകും. ഈ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ തുമ്പത്തായിട്ട് ആ എക്യുപ്മെന്റ് തുമ്പത്തിരിക്കുന്ന സാധനം ഡയമണ്ട്. അതാണ് അത്ര പെർഫെക്ഷനോടുകൂടി അത് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പൊ അവിടെ 2 സ്ഥലത്തും ഡയമണ്ട് ഉപയോഗിക്കും. അപ്പൊ മിസ്സിന് കുറച്ചു നേരം കഴിയുമ്പോൾ ഡയമണ്ടിന്റെ യൂസ് വയ്ക്കുമ്പോഴേക്കും നിങ്ങൾ ഇത് മനസ്സിൽ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത്. ഈ ഡയമണ്ടിന് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. ക്രിസ്റ്റലൈൻ അവസ്ഥയിലാണ് ഇവരിയ്ക്കുന്നത്, ക്രിസ്റ്റൽ ഘടനയിലാണ് ഇവരിയ്ക്കുന്നത് എന്നൊക്കെ പറയും. അതെന്താന്ന് വെച്ചാൽ ദാ ഇവിടെ ഒരു കാർബൺ എടുത്തു. ആ കാർബണിന്റെ ചുറ്റുമായിട്ട് ഒരു കാർബണിന്റെ വാലൻസി എന്താ അത് പറഞ്ഞേ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. സോ 2 4 ആണ്, വാലൻസി 4 ആണ്. അപ്പോൾ ഒരു കാർബണിന് ചുറ്റും എപ്പോഴും 4 പേര് വേണം. അപ്പോൾ ഈ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഈ കാർബണിന്റെ ചുറ്റും 4 പേര് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം.
ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, റെഗുലർ ആയിട്ട് അതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യും. ദാ ഇതിനെ നോക്കിയേ, അതേ പാറ്റേൺ തന്നെയാണ് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെ നോക്കിയാലും അതേ പാറ്റേൺ തന്നെ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയേക്കുവാണ്. ഇതാണ് ഡയമണ്ടിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസിന്റെ നേച്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനം. അതിന് കാരണം തന്നെ അതിന്റെ ഈ ക്രിസ്റ്റലൈൻ ഘടനയാണ്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് ഈ ഒരു ഹാർഡസ്റ്റ് നേച്ചറിന് കാരണം. അപ്പൊ ഇവിടെ നിന്ന് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വൈ ഡയമണ്ട് ഈസ് വെരി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ നേച്ചർ? എന്തുകൊണ്ടാണ് ഡയമണ്ട് ഇത്ര ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആയതെന്ന് ചോദിച്ചാൽ അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് അതിന് കാരണം. ഇനി എന്താണ് ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓരോ കാർബൺ ആറ്റത്തിന് ചുറ്റും 4 മറ്റ് കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അവര് കൊവാലന്റ് ബോണ്ട് വഴിയിട്ടാണ് ഇരിക്കുന്നത്. കൊവാലന്റ് ബോണ്ടിന്റെ പ്രത്യേകത എന്താ? മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഇവനും കിട്ടും, അതേപോലെ ഇവനും കിട്ടും. ആ ഇലക്ട്രോൺസിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ മ്യൂച്വലി ഷെയറിംഗ് ആയിട്ടുള്ള കൊവാലന്റ് ബോണ്ട് വഴി ഇങ്ങനെ ഇന്ന പിരിയാത്ത ബന്ധമായിട്ടാണ് അവർ ഇരിക്കുന്നത്. ഇവരെ പിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഹാർഡ് സബ്സ്റ്റൻസ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ. ഇവർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഹാർഡ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊവാലന്റ്ലി ബോണ്ടഡ് 4 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഇനി അതുകൊണ്ടാണ് അവർ എന്തുണ്ടാക്കിയത്? സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കിയത്. അതാണ് ഡയമണ്ടിന്റെ ഹാർഡ്നെസ്സിന് കാരണം. അപ്പൊ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? ഹാർഡ്നെസ് ഓഫ് ഡയമണ്ടിന് കാരണം എന്താന്ന് വെച്ചാൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. അതിന്റെ റീസൺ ആണ് ഇതാ ഈ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഇവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാ? ഒരു കാർബൺ 4 വാലൻസി, 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എന്തുണ്ട്? നമുക്ക് അവിടെ വേറെ കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോണുകൾ ആരുമില്ല. വെറുതെ സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ ആരും തന്നെ അതിൻ്റെ അകത്തില്ല. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. അപ്പൊ ഡയമണ്ടിന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും, ഇവരെന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത ആൾക്കാരാണ്. വൈദ്യുതി കടത്തി വിടുന്നില്ല. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡയമണ്ടിലോട്ട് പോയാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞുള്ളൂ, വളരെ ഹാർഡ്നെസ് കൂടിയ സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന്. ഇനി പറയാത്ത 2 പോയിന്റുകളാണുള്ളത്. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകതയാണ്. എത്ര ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഒന്നും സംഭവിക്കൂല. ആ ഹീറ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് സർവൈവ് ചെയ്ത് അവന്മാർ അവിടെ നിന്നോളും. സോ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഈ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതുകൊണ്ടാണ് ഡയമണ്ടിന്റെ കല്ലിൽ ലൈറ്റ് വന്ന് വീണാൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന അവന്മാർ അങ്ങനെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിച്ച് നല്ലപോലെ എന്താ പറയുക ഒരു തിളക്കമൊക്കെ കാണിക്കുന്നതിൻ്റെ കാരണം. അപ്പം ഇത് 4 അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ യൂസസ് ഞാൻ മറച്ചു വെക്കണം. പറഞ്ഞോ യൂസസ് എല്ലാവരും മനസ്സിൽ ഇപ്പം തന്നെ പറഞ്ഞോ. മേക്കിംഗ് ഗോൾഡ് ഓർണമെന്റ്സിൽ കല്ലായിട്ട് നമ്മൾ പിടിപ്പിക്കാറുണ്ട്. ഗ്ലാസ് കട്ട് ചെയ്യുന്ന ടൂളിന്റെ അറ്റത്തും നമ്മൾ ഡയമണ്ട് കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ഒക്കെ നോക്കുമ്പോഴേക്കും ഗ്ലാസ് കട്ടിങ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയിൽ അവരിങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന വീഡിയോസ് കാണാൻ പറ്റും. അതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്ത് ഡയമണ്ട് ആണ്. ആ എക്യുപ്മെന്റ് ഒക്കെ ഭയങ്കര വിലയാണ് കേട്ടോ, കാരണം അതിൻ്റെ അറ്റത്ത് ഡയമണ്ട് അല്ലേ. സോ ഇതൊക്കെയാണ് ഡയമണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഹാർഡ്നെസ്സിന് കാരണം കൊവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് വണ്ണാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വലിയ കുറേ കാര്യങ്ങൾ കൊടുത്തേക്കുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. സോ ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ. കാണുമ്പോൾ തന്നെ ഒരു അടക്കമുള്ള സ്ട്രക്ചറാണ്. അപ്പം തന്നെ മനസ്സിലായി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണെന്ന്. ഇവിടെ നമുക്ക് ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും 4 പേര് വേണം. പക്ഷെ 3 പേരെയാണ് കൊവാലന്റ്ലി ബോണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ 4ാമത്തെ ആളെ അടുത്ത ലെയറിലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാ ഇവിടെ ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ ദാ ഈ കാർബണിനെ ഞാൻ എടുത്തു. ഇങ്ങോട്ട് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഈ കാർബണിനെ ഞാൻ എടുക്കുന്നു. അതിൻ്റെ ചുറ്റും 3 പേരും കൊവാലന്റ്ലി ബോണ്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി അവർക്ക് വിഷമം വേണ്ട, അവരുടെ ബാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ലെയറും കൂടെ അവർക്ക് വരും. ആ നെക്സ്റ്റ് ലെയറുമായിട്ട് പക്ഷേ സഹസംയോജക ബന്ധനം കൊവാലന്റ് ബോണ്ട് ആയിരിക്കില്ല. അവർ തമ്മിൽ ഒരു വീക്ക് വാണ്ടർവാൾ ബോണ്ടായിരിക്കും. വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അവർ തമ്മിൽ ദുർബലമായിട്ടുള്ള ഒരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ലെയറുകൾക്ക് തമ്മിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇതൊരു ലെയർ, ഈ ലെയറിൽ 3 കാർബൺ ആറ്റം വീതം എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്? കൊവാലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കാർബൺ, അതിന് ചുറ്റും 2 കാർബൺ, അങ്ങനെ മൊത്തം 3 കാർബൺ ആയിട്ട് കൊവാലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇപ്പുറത്തെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൊവാലന്റ് ബോണ്ടിങ് 1, അതിന് ചുറ്റും 3 കാർബൺ ആയിട്ട് വരും. ആദ്യം ഞാൻ 2 എന്നാണ് പറഞ്ഞത്, 3 കാർബൺ വരും. അവരൊക്കെ ഒരു കൊവാലന്റ് ബോണ്ടിങ് ആണ്. പക്ഷേ
നാലാമതൊരെണ്ണം കൂടെ വേണം, എന്നാലാണ് അവർ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ആ നാലാമത്തത് അടുത്ത ലെയറിൽ നിന്നാണ് അവർ എടുക്കുക. അടുത്ത ലെയറുമായിട്ട് പക്ഷെ അവർ കൊവാലന്റ് ബോണ്ട് അല്ല, അവരെന്താണ്, വീക്കായിട്ടുള്ള ദുർബലമായിട്ടുള്ള ആകർഷണ ബലമാണ്, വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ഇരിക്കും, ഇതും സ്ട്രോങ് ഇരിക്കും. പക്ഷെ ഇവർ തമ്മിൽ വീക്ക് ആയതുകൊണ്ട് ഇവരിങ്ങനെ എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്യും, ഒന്നിന്റെ മേളിൽ ഒന്നിങ്ങനെ പരസ്പരം തെന്നി മാറും. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്കൊരു സ്നേഹകമായിട്ട് ലുബ്രിഗന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഓരോ കാർബൺ ആറ്റത്തിനെയും കൊവാലന്റ്ലി ബോണ്ട് ചെയ്തുകൊണ്ട് 3 അതർ കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി ആ ഓരോ ലെയറും സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനു മേളിൽ ഒന്നായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അവർ തമ്മിൽ കൊവാലൻ ബോണ്ടിങ് ഇല്ല, ആ ഗ്രാഫൈറ്റിലെ ആ ലെയേഴ്സ് തമ്മിൽ കൊവാലൻ ബോണ്ടിങ് ഇല്ല. ഫ്രീ വാണ്ടർവാൾ ഫോഴ്സ് ആണ്, വീക്ക് വാണ്ടർവാൾ ഫോഴ്സിലാണ് ഇരിക്കുന്നത്. പേര് പഠിക്കണം എന്നില്ല, വീക്ക് ഫോഴ്സ് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ലുബ്രിഗന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, ഡയമണ്ട് ഹാർഡ് ആവാൻ കാരണം എന്താണ് എന്ന് ചോദിച്ച പോലെ ഇവിടെ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് ലുബ്രിഗൻസ്. നമ്മൾ നല്ല ലുബ്രിഗൻസ് ആയിട്ട് ഉപയോഗിക്കും. എണ്ണയൊക്കെ ഉപയോഗിച്ച് സാധനങ്ങളെ സോഫ്റ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുമല്ലേ നമ്മൾ വണ്ടികളിലൊക്കെ, അതായിട്ട് ഉപയോഗിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ്. ആ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓരോ ലെയർ ആയിട്ടിരിക്കുമ്പോൾ ഓരോ ലെയറിനും തെന്നി മാറാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഗ്രാഫൈറ്റ്. ഇനി അടുത്തൊരാളെ പഠിക്കാൻ നേരത്ത് സിമ്പിളാണ്. ഈ ഗ്രാഫൈറ്റിൻ്റെ ഒരു ലെയറിനെ നമ്മൾ അങ്ങ് എടുക്കുക. ആ ഒരു ലെയറാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടുപേരും ഡയമണ്ട് ആയിക്കോട്ടെ ഗ്രാഫൈറ്റ് ആയിക്കോട്ടെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരുന്നു. ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ റാൻഡം എല്ലാവരും റെഗുലർ പാറ്റേൺ 3 ഡയമെൻഷനലി ഫോളോ ചെയ്തായിരുന്നു. പക്ഷെ ഇവരൊരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഇതൊരു 1 വേർഡ് ചോദ്യമാണ്. 2 ഡയമെൻഷണൽ ഹെക്സഗണൽ കാർബൺ റിങ്സ് ഉള്ള നമ്മളുടെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിന്റെ എക്സാമ്പിൾ. അപ്പം നമ്മൾ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വരും, ഓക്കെ ഡയമണ്ട് എഴുതാം, ഗ്രാഫൈറ്റ് എഴുതാം, അല്ലെങ്കിൽ ഫുള്ളറീൻസ് എഴുതാന്നൊക്കെ തോന്നും. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒരേ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കാനുള്ളത്, ഗ്രാഫീൻസ് ആണ്. നമ്മൾ പറഞ്ഞ ഗ്രാഫൈറ്റിന്റെ ഒരു ലെയർ കണ്ടില്ലേ, ഒരു ലെയർ ആയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇവരൊരു ഹെക്സഗണൽ പാറ്റേൺ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ, 6 വശങ്ങളുള്ള ഒരു ആകൃതിനെയാണ് നമ്മൾ ഷഡ്ഭുജം അഥവാ ഹെക്സഗൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ കാണിക്കുന്ന ആൾക്കാരാണ് ഗ്രാഫീൻസ്. ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന് കാരണം അവരുടെ പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് 1 by 1 പഠിക്കാനുണ്ട്. ഒന്ന് അവരുടെ വെയിറ്റ്. ഇവർക്ക് സ്റ്റീലിന്റെ 1/5 വെയിറ്റ് ഉണ്ടെന്നും, അതേപോലെ 200th വെയിറ്റ് ഓഫ് 1 by 200th എഴുതി കാണിച്ചു തരാം മക്കളെ, 1 by 200th വെയിറ്റ് ഓഫ് ദ സ്റ്റീൽ ആണെന്നും പറയും. അതേപോലെ അലുമിനിയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും 1 by 5th വെയിറ്റ് ഓഫ് അലുമിനിയം ആണെന്നും പറയുന്നതാണ് ഈ ഗ്രാഫീൻ. കാണുമ്പോൾ നിസ്സാരക്കാരനാണ്, പക്ഷെ ഇത്രയും വെയിറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു അലോട്രോപ്പാണ് ഈ പറഞ്ഞ ഗ്രാഫീൻ എന്ന് പറയുന്നത്. ആക്ച്വലി അലോട്രോപ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ കമ്പയറിങ് ടു അതർ അലോട്രോപ്സ് ഗ്രാഫീന് കുറച്ചും കൂടെ വെയിറ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ഇവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഇവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഇൻകംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്, കാരണം ഒരു ലെയർ അതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാർബണിന്റെ വാലൻസി നോക്കിയാൽ സാറ്റിസ്ഫൈഡ് അല്ല, അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കും. അപ്പൊ ഇവിടെ അടുത്തൊരു ചോദ്യമാണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഏതാണ്? അതിന്റെ ഉത്തരവും ഗ്രാഫീൻ തന്നെയാണ്. അപ്പൊ ഗ്രാഫീന് 2 പോസിബിൾ ക്വസ്റ്റ്യൻസ് ആയി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 ഡയമെൻഷണൽ സ്ട്രക്ചറും കാണിക്കും, ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കാണിക്കുന്നത് ഗ്രാഫീൻസ് ആണ്. അതേപോലെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അവരവരുടെ ബോണ്ടുകൾ ഉള്ള ബോണ്ട് ഇത്തിരി സ്ട്രോങ് ആണ്, അതുകൊണ്ട് അവർ അപ്പം തന്നെ സ്പ്ലിറ്റ് ചെയ്തൊന്നും പോകില്ല, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കും. ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഗ്രാഫീന് നമ്മൾ കുറച്ച് യൂസസുകളും കൂടെ പഠിക്കുന്നുണ്ട്. ആ യൂസസ് മെൻഷൻ ചെയ്ത് പോയിട്ടില്ല. യൂസസിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ലുബ്രിഗൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു പോയിന്റാണ്. നെക്സ്റ്റ് ലാസ്റ്റ് അലോട്രോപ്സ് ആണ് ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. ഫുള്ളറീൻസിന്റെ സ്ട്രക്ചർ കാണാൻ തന്നെ ഒരു സുന്ദരൻ സ്ട്രക്ചർ ആണ്. ഒരു ബോൾ പോലെ ഇരിക്കുക. പണ്ടൊക്കെ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ, ഇപ്പോഴും ഉണ്ട് ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഒരു ബോൾ കിട്ടാറുണ്ട്. ഇങ്ങനെ ആ ബോളിന്റെ പുറമേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെക്സഗണൽ പെന്റഗണൽ സ്ട്രക്ചറിലായിരിക്കും ആ ബോളിന്റെ പുറത്ത് ആ ഒരു ഷേപ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് തന്നെയാണ് ആ ഹോളോ സിലിണ്ട്രിക്കൽ അല്ലല്ല, ഹോളോ സ്ഫെറിക്കൽ രൂപത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെന്റഗൺസ് ആയിരിക്കും.
പെന്റഗണൽ സ്ട്രക്ചർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെക്സഗൺസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഹെക്സഗൺസും പെന്റഗൺസും ഹെക്സഗണും നമ്മൾ എടുക്കുന്ന ഷഡ്ഭുജവും അതേപോലെ തന്നെ പഞ്ചഭുജ ആകൃതിയിലും ആൾക്കാർ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറാണ് ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. ഇതൊരു ബോൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ബക്കി ബോൾസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും. ഫുള്ളറീൻസ് ആണ് ബക്കി ബോൾസ് എന്ന് പറയുന്നത്. ഈ ബക്കി ബോൾസ് 60 കാർബൺ ആറ്റം ഉള്ള ഫുള്ളറീൻസ് ആണ് കേട്ടോ. അതൊന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. C16 ഫുള്ളറീൻസിനെയാണ് എസ്പെഷ്യലി നമ്മൾ ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ ആൾക്കാർക്ക് തന്നെ ഇങ്ങനെ ബോൾ പോലെ അല്ലാണ്ട് ഒരു സിലിണ്ട്രിക്കൽ ട്യൂബ് പോലെ ഇരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സിലിണ്ട്രിക്കൽ നാനോ ട്യൂബ്സ് ആയിട്ട് ഇവരെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ബോൾ മാറ്റുന്നു ട്യൂബ് ആക്കുന്നു, ബക്കി ട്യൂബ്സ്. സിലിണ്ട്രിക്കൽ ആകൃതിയിലുള്ള ഫുള്ളറീനുകളെയാണ് കാർബൺ നാനോ ട്യൂബ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറേ അധികം ഇമ്പാക്റ്റ് തരുന്ന ഒരു സാധനമാണ്. നമുക്ക് ഒരുപാട് ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയ എല്ലാം ഇപ്പം കാണുന്ന സർവ്വവിധ സൗകര്യങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ നാനോ ട്യൂബ്സ് ആണ്. ഈ ഫൈബർ പോലത്തെ ഇതിൽ കൂടെയാണ് നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതിലെല്ലാം കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. അവരെ നമ്മൾ ബക്കി ട്യൂബ്സ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റും കൊടുത്തേക്കുന്നത്. റെവല്യൂഷണറി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആളാണ് ഈ ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മളുടെ അലോട്രോപ്സിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അമോർഫസ് അലോട്രോപ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സബ്സ്റ്റൻസിന് ഡെഫിനിറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് അമോർഫസ്. എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ചാർക്കോള്, കോക്ക്, ലാംബ്ലാക്കിനെ നമ്മൾ വിളിക്കുന്നത് വിളക്ക് കരി എന്നാണ്. ലാസ്റ്റ് വൺ കോള് അഥവാ കൽക്കരി. ഈ 4 എക്സാമ്പിൾ പഠിച്ചു വെക്കാം. കാരണം നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഇനി കോമ്പൗണ്ടുകളാണ് പഠിക്കാൻ പോകുന്നത് കാർബണിന്റെ. അതിനു മുന്നേ നമ്മൾ അലോട്രോപ്സിന്റെ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പറഞ്ഞുതരാം. അലോട്രോപ്സിന്റെ ഭാഗത്തുനിന്ന് മിസ് ഓൾറെഡി ഓരോന്ന് ക്ലാസ്സിൽ പറയുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. അതല്ലാതെ ക്രിസ്റ്റലൈൻ അമോർഫസ് അലോട്രോപ്സ് എന്താന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, ഡിഫറൻസ് എന്താന്ന് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു എക്സാമിന്റെ പേപ്പർ ഒന്ന് പൊലിമ ഉണ്ടാക്കാൻ വേണ്ടി എക്സാമ്പിളൂടെ എഴുതി വെക്കാം. അല്ലെങ്കിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് എക്സാമ്പിൾ എഴുതാൻ, ഡയറക്റ്റ് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി ചോദിക്കും. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് അലോട്രോപ്സ് ആണെന്ന് ചോദിക്കും. സോ ദാറ്റ് 4 എക്സാമ്പിൾസും ക്രിസ്റ്റലൈൻ്റെ 4 എണ്ണവും അമോർഫസിന്റെ 4 എണ്ണവും കാറ്റഗറൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. ഇനി നമ്മൾ അടുത്ത നമ്മളുടെ കോമ്പൗണ്ട്സിലേക്ക് പോവാണ്. കാർബൺ ഉണ്ടാക്കുന്ന 2 കോമ്പൗണ്ടുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഈ ലബോറട്ടറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പ്രിപ്പറേഷൻ ആണ് ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാൽഷ്യം കാർബണേറ്റ്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആള് ഉണ്ടാവണം, അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളാണ് എടുക്കേണ്ടത്. ഇപ്പം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്നതിലും കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അങ്ങനെയുള്ള ഒരാളാണ് കാൽഷ്യം കാർബണേറ്റ്. അതും ഡൈലൂട്ട് HCl-ഉമായിട്ട് നമ്മൾ എടുത്ത് റിയാക്ഷൻ നടത്തുവാണ്. അപ്പം നമുക്ക് ആ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എലിമിനേറ്റ് ചെയ്ത് കിട്ടും. അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ പഠിക്കാൻ നേരത്തെ എപ്പോഴും ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. മാക്സിമം ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെ പഠിക്കാൻ നോക്കുക. ഇനി അൺബാലൻസ്ഡ് ആയിട്ട് എഴുതിയാലും കമ്പോണൻസ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാൻ നോക്കുക. കാൽഷ്യം കാർബണേറ്റും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടും. ഇതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഹൈഡ്രജൻ ഐഡന്റിഫൈ ചെയ്യാൻ കത്തിച്ച് വെച്ചാൽ ബേണിംഗ് മാസ്റ്റിക് പോപ്പ് സൗണ്ട് ഉണ്ടാക്കും. ഓക്സിജൻ പിന്നെയും കത്താൻ സഹായിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞാൽ, ലൈം വാട്ടറിലൂടെ പാസ് ചെയ്താൽ പച്ചവെള്ളം പോലെ ഇരിക്കുന്ന ആള് പാലും വെള്ളം പോലെ ആയിപ്പോവും. ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറിയാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി യൂസസ് നിങ്ങൾക്കറിയാം, കത്തിച്ച് വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എല്ലാവരും ബിൽഡിങ്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ ചുമന്ന കളറിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ടാകും. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. പിന്നെ നമ്മളെല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരാണ്. അതിൽ ആ ഗ്യാസ് എഫക്റ്റിന് വേണ്ടി കുത്തി നിറച്ച് വെച്ചേക്കുന്ന ഗ്യാസ് ഏതാ മക്കളെ? സോഡയിലുള്ളത്, സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. വാഷിംഗ് സോഡയുടെയും ബേക്കിംഗ് സോഡയുടെയും മാനുഫാക്ചറിന് വേണ്ടിയിട്ട്, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന 2 പേരുടെയും ഈ കെമിക്കൽ ഫോർമുല പഠിക്കണം. ഇതിപ്പോൾ 2ഉം 3ഉം
മേളിലോട്ടാണ് വന്നേക്കുന്നത്. ആക്ച്വലി അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. Na2CO3 10H2O എന്ന് പറയുന്നത് വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ NaHCO3 ആണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ മാനുഫാക്ചറിങ്ങിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. ഈ രണ്ടും നമുക്ക് ഇനി ബൈകാർബണേറ്റ് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇതിന്റെ കെമിക്കൽ ഫോർമുല നോട്ട് ചെയ്തോളാൻ പറഞ്ഞത്. കാരണം ഇത് ചോദിക്കാം, വാഷിംഗ് സോഡ കെമിക്കൽ ഫോർമുല തരുന്നു, ബേക്കിംഗ് സോഡയുടെ ഡാഷ് ഇട്ട് തരാൻ സാധ്യതയുണ്ട്. സോ കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള യൂറിയ എല്ലാവർക്കും അറിയാലേ, വളമായിട്ട് ഇടുന്ന സാധനമാണ്. അതുണ്ടാക്കുന്ന മാനുഫാക്ചറിങ്ങിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കും. ഇനി ലാസ്റ്റ് ഒരു യൂസ് എന്ന് പറയുന്നതാണ് കാർബോജൻസ് ഉണ്ടാക്കാനായിട്ട്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കാർബോജൻ എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ട് ഉണ്ടാക്കാനായിട്ട് 95% ഓക്സിജൻ നമുക്ക് വേണം. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണല്ലോ വേണ്ടത്. പക്ഷെ അതിൽ 5% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അതുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ട് ഇൻ കാർബോജൻസ് എന്നുള്ളത് ഒരു യൂസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, അവരെ നമ്മൾ വിളിക്കുന്നത് ഡ്രൈ ഐസ് ആണ്. ഡ്രൈ ഐസ് എന്താണെന്ന് വെച്ചാൽ എഴുതണം സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല കേരളത്തിലെ കുട്ടികൾ. കാരണം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, സ്റ്റേജിലൊക്കെ പോകുമ്പം പുക പോലെ കുറേ സ്മോക്കി എഫക്റ്റ് ചെയ്തു വെച്ചേക്കുന്നത്. ആ സ്മോക്കി എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഡ്രൈ ഐസിൽ നിന്നാണ്. ഡ്രൈ ഐസിൽ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. കംപ്രസ് ചെയ്ത് സോളിഡ് ആക്കി മാറ്റിയിട്ട് അതിനെയാണ് നമ്മൾ സ്മോക്കി എഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് വണ്ണാണ് കാർബൺ മോണോക്സൈഡ്. കാർബണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവസാനമായിട്ട് ഇനി നമ്മൾ പഠിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരിത്തിരി കാർബൺ എടുക്കുക, കത്തിക്കുക. കത്തിക്കുമ്പോൾ മുഴുവനായിട്ട് കത്തിക്കാതിരുന്നാൽ അവിടെ ഫോം ചെയ്യുന്നത്, ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴി ഫോം ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ആരോ മാർക്ക് ഒന്ന് സ്ഥലം മാറി വന്നിട്ടുണ്ട്. കാർബണും ഓക്സിജനുമായി ബേൺ ചെയ്താൽ ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. പ്രിപ്പറേഷൻ ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. പ്രിപ്പറേഷനിൽ ഇനി അധികം നമ്മൾ തൂങ്ങിക്കിടക്കണ്ട. കാർബണും ഓക്സിജനും ചേർന്നാൽ ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ റിസൾട്ട് ആയിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഇതൊരു പോയിസണസ് ഗ്യാസാ. എന്താണെന്നറിയോ? ചോദിക്കും പരീക്ഷയ്ക്ക്, എന്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് പോയിസണസ് ആയെന്ന്. നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരമായിട്ട് ശ്വസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത ആക്ച്വലി ഉണ്ടാവേണ്ടത് ഓക്സി ഹീമോഗ്ലോബിൻ ആണ്. പക്ഷേ ഒരു സ്ഥലത്ത് കാർബൺ മോണോക്സൈഡും ഒരു സ്ഥലത്ത് ഓക്സിജനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ പണി പറ്റിക്കും. അവൻ ഓക്സിജനെ മാനിക്കുന്നതിന് പകരം അവന് കൂടുതൽ ഇഷ്ടം കാർബൺ മോണോക്സൈഡിനായിരിക്കും. അതിനങ്ങ് വാങ്ങിച്ചെടുത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആവും. അപ്പം അങ്ങനെ ഉണ്ടായി ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യേണ്ട സ്ഥാനത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ബ്ലഡിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ കുറയും. ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയ്ക്കും. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. അത് നമ്മളുടെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള ബ്ലഡിൻ്റെ കപ്പാസിറ്റിയെ കുറയ്ക്കുന്നു. ബ്ലഡിൻ്റെ ആ ഒരു കഴിവിനെ അവരെന്ത് ചെയ്യും? കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ അറിയപ്പെടാൻ കാരണം. ഇനി ഇവരുടെ യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഗേഷ്യസ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ആയിട്ടുള്ള വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ഗ്യാസ് എന്താണെന്നുള്ള ഇക്വേഷൻ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നാൽ വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നാൽ പ്രൊഡ്യൂസർ ഗ്യാസ്. ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കണ്ടോ, ഇവിടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർത്തു, വാട്ടർ ഗ്യാസ് കിട്ടി. ഓർത്ത് വെക്കാൻ ഒരു വഴിയുണ്ട് കേട്ടോ. വാട്ടർ ഗ്യാസ്, വാട്ടറിൽ ഹൈഡ്രജൻ ഉണ്ട്, ഇപ്പൊ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യാം. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രജനുമായിട്ടുള്ള കോമ്പിനേഷനിലാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ മെറ്റലർജി എടുത്തു കഴിഞ്ഞാൽ, മെറ്റലർജി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലോഹങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്, മെറ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് മെറ്റലർജി എന്ന് പറയുന്നത്. അവിടെ റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സീകാരിയായിട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി ലാസ്റ്റ്, ഞാൻ നേരത്തെ ലാസ്റ്റ് എന്ന് പറഞ്ഞ് കാർബൺ മോണോക്സൈഡിനെയാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ ഇനി ഒരാളും കൂടി ഉണ്ട്, കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് സോഡയെയും നമ്മൾ വിളിക്കും കാർബണേറ്റ്. ബേക്കിംഗ് സോഡ വന്നു കഴിഞ്ഞാൽ ബൈകാർബണേറ്റ്, എച്ച് വന്നാൽ ബൈകാർബണേറ്റ്.
ഇങ്ങനെ പല കോമ്പൗണ്ടുകളായിട്ട് കാർബണിന് ഇരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിൽ ഒരുപാട് നോക്കി പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. സോ ദാറ്റ് ഇത് പഠിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ എക്സാമ്പിൾ ഫോർ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ എക്സാമ്പിൾസ് പഠിച്ചു നോക്കാം. വാഷിംഗ് സോഡ Na2CO3 10H2O ആണെന്നും ബേക്കിംഗ് സോഡ NaHCO3 ആണെന്നും മാർബിൾ കാൽഷ്യം കാർബണേറ്റ് കാക്കോ3 ആണ് മാർബിൾ എന്നും ആൻഡ് കാർബണേറ്റും ബൈകാർബണേറ്റും സോൾട്ട് ഓഫ് കാർബോണിക് ആസിഡ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട, അതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മതി, സെറ്റാണ്. ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടി ഉണ്ട്. ഇവരെങ്ങനെ നമ്മളൊരു റിയാക്ഷനിൽ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത്. ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന കാർബണേറ്റിൽ കുറച്ച് ബേരിയം ക്ലോറൈഡ് ഒഴിക്കാം. അപ്പൊ അവിടെ വെള്ള കളർ പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ള കളർ ഇങ്ങനെ ഉപ്പ് പോലത്തെ പൊടി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ബേരിയം കാർബണേറ്റ് ആണ് ആ ഫോം ചെയ്തത്. സോ നമുക്ക് കാർബണേറ്റ് ആണ് ഫോം ചെയ്തത് ആ പൊടിയായിട്ട്, കാർബണേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാം. അപ്പൊ ആദ്യം ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു, പ്രസിപ്പിറ്റേറ്റ് വന്നാൽ കാർബണേറ്റ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. വീണ്ടും അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാം. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് അവിടെ നിന്ന് പോയി എന്നങ്ങ് വിചാരിക്കാം. പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഈസ് കൺഫേംഡ്. ഇതാണ് കാർബണേറ്റ് സോൾട്ടുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ആയിട്ട് തന്നെയാണ് എക്സാമിന് ചോദിക്കുക. ബോക്സിൻ്റെ അകത്ത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഈ ബോക്സ് രൂപത്തിൽ തന്നെ തന്നിരിക്കുന്നത്. ആക്ച്വലി ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ വെള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു, വെളുത്ത അവശിഷ്ടം ഉണ്ടാകുന്നു. ഇനി അതിന് ലയിച്ച് ചേരുവാണെങ്കിൽ, അവശിഷ്ടം ലയിച്ച് ചേരുവാണെങ്കിൽ കൺഫേംഡ് ആയി എന്നേ പഠിക്കാനുള്ളൂ. പക്ഷേ ബോക്സ് രൂപേണ നിങ്ങൾ കാര്യങ്ങളെ പഠിക്കുക. കാരണം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മളുടെ കാർബണിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ നോൺ മെറ്റലിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ബിക്കോസ് കാർബണിനെ കുറിച്ച് നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് മറ്റൊരു നോൺ മെറ്റലുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.